ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കയ്യുണ്യം. ഈ കയ്യുണ്യം അറിയാത്ത പ്രായമായവർ തുടങ്ങി ചെറുപ്പക്കാർ വരെ, ഇന്നത്തെ ന്യൂജൻ ആൾക്കാർ പോലും, അവരുടെ ഇടയിൽ പോലും കയ്യുണ്യം വളരെ ഫേമസ് ആണ്. ഇതിന്റെ ശാസ്ത്രനാമം എക്ലിപ്റ്റ ആൽബ. സംസ്കൃതത്തിൽ ഇതിനെ കേശവർദ്ധന, കുന്തളവർദ്ധന, ഭൃംഗരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ചെടി സാധാരണ കാണാറുള്ളത് വയൽ വരമ്പുകളിലും നല്ല പാടശേഖരങ്ങളിലും അതുപോലെ നല്ല തണുപ്പുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ സുലഭമായി കണ്ടുവരുന്നു. സാധാരണ ഈ ചെടി നമ്മുടെ വീട്ടുവളപ്പിലൊന്നും നമ്മൾ നട്ടുപിടിപ്പിക്കാറില്ല എങ്കിലും പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇത് ധാരാളമായി ചെടിച്ചട്ടികളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം തന്നെ ഇതിന്റെ പേരുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൃംഗരാജ അല്ലെങ്കിൽ കുന്തളവർദ്ധന എന്ന ആ ഗുണമാണ് മുടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചെടിയാണിത്. ശരീരത്തെ ചൂട് പോവാനും മുടിയുടെ വളർച്ചയ്ക്കും കണ്ണിന്റെ കാഴ്ചയ്ക്കും എല്ലാം വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോ പലരും ഇതിനെ ചെടിച്ചട്ടികളിൽ കൂടി വളർത്താറുണ്ട്. ആയുർവേദത്തില് വളരെ നാടൻ ഭാഷയിൽ പറയുന്ന ചെന്നിക്കുത്ത് എന്ന അസുഖത്തിന് ഇതിന്റെ ഒരു 3-4 ഇല പിഴിഞ്ഞ നീര്, കുറച്ച് മുലപ്പാല്, അതുപോലെ ഒരു കൊച്ചു കഷ്ണം തിപ്പല്ലി എല്ലാം കൂടെ കൂട്ടി ചവച്ചെടുത്ത് പിഴിഞ്ഞ് കിട്ടുന്ന നീര് കൊണ്ട് നസ്യം ചെയ്തു കഴിഞ്ഞാൽ ചെന്നിക്കുത്ത് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന അനുഭവസാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കഫവാതത്തിലും ശരീരത്തെ ചൂട് കുറയുന്നതിലും കണ്ണിന്റെ കാഴ്ച ശക്തിക്കും മുടിയുടെ വളർച്ചയ്ക്കും ഇത് വളരെ ഫലപ്രദമാണ്.